മൊത്തം നമുക്ക് എല്ലാവരും ഒരു 6 ഡിസൈൻ കാണാം. റിവ്യൂസിന്റെ അതിപ്രസരവുമായി റിവ്യൂസ് വെൽക്കം ടു അവർ ചാനൽ. സോ ഗൈസ്, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ഫോക്സ്വാഗൺ ഇന്ത്യയുടെ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള ടിഗ്വാൻ R-Line. സോ ഇന്ന് നമ്മുടെ ദ ഓൾ ന്യൂ ടിഗ്വാൻ R-Line ആണല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇതിന്റെ വിശേഷം പറയാം അല്ലേ. അപ്പോൾ ടിഗ്വാൻ എന്ന പേര് നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് പരിചയമാവുന്നത് ഒരു 2020 ആ ഒരു ടൈമിലായിരുന്നു ഫസ്റ്റ് ടിഗ്വാൻ ലോഞ്ച് ആയത്. അതിന് മുമ്പായിട്ടും ആ ടിഗ്വാന്റെ ഒരു നെയിം ആ ഒരു ഡീസൽ വേരിയൻസിലൊക്കെ വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മുമ്പത്തെ ഒരു വേരിയന്റ് ഏറ്റവും നമ്മൾ മിസ് ചെയ്യണ ആ ഡീസൽ ആണല്ലേ. പിന്നെ ഒരു പെട്രോളിൽ മാത്രമായി ടിഗ്വാൻ ഓൾ സ്പേസ് വന്നു. 6 സീറ്റർ വേരിയന്റ് വന്നു. അത് നല്ല സ്പേഷ്യസ് ആയിട്ട് അവർ കൊണ്ടുവന്നു. പിന്നെ ഇപ്പൊ സ്പോർട്ടി വേർഷൻ ആയിട്ട് R-Line നമുക്ക് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾക്ക് കിടക്കാം അല്ലേ. സോ ടിഗ്വാൻ R-Lineന്റെ ഫ്രണ്ട് ലുക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തെ അട്രാക്ഷൻ ഈ LED ലൈറ്റ്സ് ആണ്. 25 LED ലൈറ്റ്സിന്റെ കോമ്പിനേഷൻസ് ആണ് പോകുന്നത്. നമ്മൾ ഓഡിയിലൊക്കെ പറയുന്നത് ഒരു മെട്രിക്സ് LED ഒരു രീതിയിലാണ് ഇതിന്റെ വന്നിരിക്കുന്നത്. ഇതിനെ ഇവർ വിളിക്കുന്നത് IQ ലൈറ്റ്സ് എന്നാണ്. IQ ലൈറ്റ്സ് എന്നാണ്. നമുക്ക് ബാക്കിൽ ഒരു ഡീറ്റെയിലിംഗ് അവർ കൊടുത്തിട്ടുണ്ട് IQ ലൈറ്റ്സ് എന്ന്. സംഭവം എന്താ വെച്ചാൽ ഇതിന് അഡാപ്റ്റീവ് ലൈറ്റ് കൺട്രോളിംഗ് ഉണ്ട്. എന്താ വെച്ചാൽ അപ്പുറത്ത് ഹൈ ബീം അടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ എന്താ പറയുക ഹൈ ബീം കുറച്ച് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും. പിന്നെ ഉള്ളത് ഇതിന് കോർണറിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു മൂവ്മെന്റ് ഉണ്ട്. അടിയിലേക്കും താഴേക്കും റൈറ്റ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് കാണിക്കും. അത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇതൊരു കണക്റ്റിംഗ് ലൈറ്റ് ആണ് പോയിരിക്കുന്നത്. ഇവിടെ ഒരു ആനിമേഷൻ. ഇത് ഓൺ ചെയ്യുമ്പോൾ ഒരു വൈപ്പിംഗ് എഫക്റ്റ് എന്നാണ് വോൾസ്വാഗൺ വിളിക്കുന്നത്. അത് ഓൺ ചെയ്യുമ്പോൾ ഒരു ഇങ്ങനെ ചെറുതായിട്ടൊരു ഇലുമിനേഷൻ പോലെ കയറി വരും. അതുപോലെ ഓഫ് ചെയ്യുമ്പോഴും ഒരു സ്ലോ മോഷനിലാണ് ആ ലൈറ്റ്സ് ഇങ്ങനെ പോകുന്നത്. അത് ഏറ്റവും രസം റേറിലത്തെയാണ് കാണാൻ രസം. പിന്നെ ഇവിടെ ഒരു സ്മോക്ക് എഫക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് മൊത്തം. അത് കാണാൻ നല്ല രസമുണ്ട്. ലൈറ്റ്സിൽ ലൈറ്റിൻ്റെ അകത്തൊക്കെ ഒരു സ്മോക്കി എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. R-ന്റെ എംബ്ലംസ് നമുക്ക് കുറേ കാണാം. സൈഡിൽ 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ സീറ്റ്സ് ഫ്രണ്ടിലത്തെ 2 കൊടുത്തിട്ടുണ്ട്. 6 പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഹുഡ് ഒരു ചെറുതായിട്ടൊരു ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക ഒരു ക്രോസ് ഓവർ ലുക്ക് കൊണ്ടുവരാനും കൂടിയായിട്ട്. SUV ആണ്, എന്നാലും ആ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഷാർപ്പ് ലൈൻസ് ഉണ്ട്. വോൾസ്വാഗൺ ആണല്ലോ, അതുകൊണ്ട് ആ ഷാർപ്പ് ലൈൻസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതും ആക്ച്വലി ഒരു നല്ലൊരു ഇതാണ്. പിന്നെ വോൾസ്വാഗൻ്റെ ലോഗോ നല്ല വലുതായിട്ടും ഒരു കൊടുത്തിട്ടുണ്ട്. ഓവറോൾ കാണാൻ നമുക്ക് അഡാസിൻ്റെ ഇത് കാണാം, സെൻസർ അവിടെ കാണാം. ഓവറോൾ കാണാൻ അത്യാവശ്യം നല്ലൊരു ലുക്കുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സൈഡ് ലുക്സിലേക്ക് വരാം. സൈഡ് ലുക്സിലേക്ക് വരുമ്പോൾ ഈ ഒരു കളർ തീം എടുക്കാം. ഇത് കാണുമ്പോൾ നമ്മൾ മറ്റേ വേർട്ടസിലും ടൈഗറിലൊക്കെ കണ്ട ആ ഒരു ലാവ ബ്ലൂ ആയിട്ട് സാമ്യം ഉണ്ടെങ്കിലും ഇതല്ല. നൈറ്റ് ഷെയ്ഡ് ബ്ലൂ മെറ്റാലിക് എന്നുള്ളൊരു കളർ തീമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ 5ഓളം കളർ ഓപ്ഷൻസ് വേറെയും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയറിലെ കളർ തീമായാലും ഈ ഒരു അലോയ് വീലിൻ്റെ ഓപ്ഷൻസ് ആയാലും എല്ലാം ഒന്നേ വന്നിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അലോയ് വീലിൻ്റെ സെറ്റപ്പിലേക്ക് പറയുകയാണെങ്കിൽ ഈ ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇതിൻ്റെ സെക്ഷൻ പറയുകയാണെങ്കിൽ 255, 45, 90 ഇഞ്ചസിൻ്റെ വീൽ പ്രൊഫൈലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കാണുമ്പോൾ ഒരു ബൾക്കിയ സൈസായിട്ട് നമുക്ക് തോന്നും. ഒരു 20 ഇഞ്ചസിൻ്റെ ഒക്കെ ഒരു കാണുമ്പോൾ തോന്നിക്കും. പക്ഷേ ഇത് 90 ഇഞ്ചസിൻ്റെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വീൽ ആർച്ച് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത്. വീൽ ആർച്ചസിൻ്റെ കേസ് പറയുമ്പോഴാണ് ഇവിടെ വരെ നമുക്ക് അതിൻ്റെ സെൻസേഴ്സ് എക്സ്റ്റെൻഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ത്രൂ ഔട്ട് ദ കാർ ആ ഒരു ബോഡി ക്ലാഡിങ് റൺ ഔട്ട് ചെയ്യുന്നുണ്ട്. അതും ഗ്ലോസി ബ്ലാക്കിലാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് വന്നിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇവിടെ സൈഡിൽ R-Lineൻ്റെ ആ ഒരു ബാഡ്ജിങ് ആണ്. R-ന്റെ ടോട്ടൽ 5 സ്ഥലത്താണ് ഈ ഒരു R-ന്റെ ബാഡ്ജിങ് കാറിൽ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ മിറേഴ്സിൻ്റെ അടിയിലായിട്ട് ഒരു പടൽ ലാമ്പ് വന്നിട്ടുണ്ട്. അത് നൈറ്റ് ടൈമിൽ നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു വോക്സ്വാഗൺ ലോഗോ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൽ കൊടുത്തിരിക്കുന്നത്.
ഓട്ടോ ഫോൾഡിങ് റിട്രാക്ടിങ് എല്ലാ ഫംഗ്ഷൻസും അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈവൻ ഹാൻഡിൽസിലായാലും ആ ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട് ലൈറ്റിങ്ങിൻ്റെ. 176 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. 60 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 176 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം റഫ് പാച്ച് ഓഫ് റോഡ്സിലും അത്യാവശ്യം ഓഫ് റോഡൊക്കെ ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റെയർ ലുക്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലൈറ്റ്സിൻ്റെ ആനിമേഷൻ അതേപോലെ അവർ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് ആനിമേഷൻസ് കാണാൻ. ഒരു വൈപ്പിംഗ് എഫക്റ്റ് നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലത്തെ സെയിം. പിന്നെ ഇവിടെ 4 മോഷൻ്റെ ഇത് കാണാം. ഓൾ വീൽ ഡ്രൈവ് വോൾസ്വാഗൻ വിളിക്കുന്നത് 4 മോഷൻ എന്നാണ്. 6 പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഡിഫോഗർ വന്നിട്ടുണ്ട്. ഇവിടെ ഡിഫോഗർ ലൈൻസ് വന്നിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് സ്വിച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഇല്ല. ക്ലോസിങ്ങിനും ബട്ടൺ കൊടുത്തിട്ടില്ല, ഹാൻഡിലേ കൊടുത്തിട്ടുള്ളൂ. അതൊരു ചെറിയ കോസ്റ്റ് കട്ടിങ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് ബൂട്ട് സ്പേസ് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. 650 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടമ്പിൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1050 റേഞ്ചിലേക്ക് എന്താ പറയുക 1050 ബൂട്ട് സ്പേസിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ ഓവറോൾ സേഫ്റ്റി കിറ്റ്സും വാർണിംഗ് ട്രയങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർഷ്യൽ ട്രേ ഉണ്ട്. പിന്നെ റിവേഴ്സ് ലൈറ്റും LED ആയിട്ടാണ് കൊടുത്തത്. ഫുൾ LED സെറ്റപ്പാണ് വണ്ടിയിൽ വന്നിരിക്കണം മൊത്തം. ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടിക്കും അത് വരുന്നുണ്ട്. സോ അത്രയൊക്കെ തന്നെയുള്ളൂ ബാക്കിലത്തെ ഒരു വിശേഷം. സോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആക്ച്വലി നല്ല റിഫൈൻഡ് ആണ് വണ്ടി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ശബ്ദങ്ങളൊന്നുമില്ല. പിന്നെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഗിയർ ലിവർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബെൻസിലൊക്കെ കാണുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കിങ്ങനെ തിരിച്ചിട്ടാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് ഇപ്പോഴത്തെ ഡിസൈൻ ഫിലോസഫിയിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ സ്റ്റിയറിംഗിൽ ഇവിടെ ഒരു 6 വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫില്ലിംഗ് ആയിട്ട് ഒരു ബട്ടൺസ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അപ്പോൾ അഡാസ് ലെവൽ 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് സ്റ്റിയറിംഗ് ഹീറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ തന്നെ കാണാം. നമ്മൾ എയർ കണ്ടീഷനിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടെ റെയർ കൊടുക്കാം. റെയറിൽ നമുക്ക് AC കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് ഹീറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാ വെച്ചാൽ എയർ കണ്ടീഷൻ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സീറ്റ് വെന്റിലേഷൻ 2 സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. എയർ കണ്ടീഷൻ നമുക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെയും കൺട്രോൾ ചെയ്യാം. ഇവിടെ നമുക്ക് ഓരോന്നും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓരോ റാപ്പിഡ് കൂളിംഗ് വേണമെങ്കിൽ അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സിലോട്ട് പോകാം. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീൻ ആ ഒരു 60 FPS അല്ല കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ലാഗ് നമുക്ക് തോന്നും. പിന്നെ ഡ്രൈവ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡിൽ നമുക്ക് ആ സ്റ്റിയറിംഗ് ആംഗിൾ, ഹിൽ ഡിസൻറ്റ് കൺട്രോൾ അങ്ങനത്തെ എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇത് ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് ഓഫ് റോഡും പോവാം. പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്കോ ഉണ്ട്, കംഫർട്ട് ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, ഇൻഡിവിജ്വൽ ഉണ്ട്. പിന്നെ അതേപോലെ ഓഫ് റോഡ് സ്നോവും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഗ്രാഫിക്സ് നല്ലതാണ് കൊടുത്തിരിക്കുന്നത്. ടച്ച് സ്ക്രീനിൻ്റെ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക വണ്ടിയുടെ ഇൻറ്റീരിയർ ലൈറ്റിംഗ് അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഓവറോൾ ഫീച്ചേഴ്സൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. സീറ്റ്സിൽ നമുക്ക് മസാജ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്കിവിടെ മസാജ് 3 ടൈപ്പ് ഉണ്ട്. ടാപ്പിംഗ്, ലംബാർ സ്ട്രെച്ചിങ്. അത് ഫ്രണ്ട് പാസഞ്ചറിനും ഉണ്ട്, ഡ്രൈവറിനും ഉണ്ട്. വെഹിക്കിൾ ഡീറ്റെയിൽസിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ സർവീസിന് വണ്ടി ഇടുമ്പോൾ സർവീസ് പൊസിഷനിൽ നമുക്ക് വൈപ്പർ ഇടാൻ പറ്റും. കണ്ടോ, ഇതാണ് സർവീസ് പൊസിഷനിൽ വെക്കാൻ. ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഈ ഒരു മൊത്തം ഒരു ഇൻറ്റീരിയർ ഫീല് നമ്മുടെ വോൾസ്വാഗൻ്റെ ബസ് പറഞ്ഞൊരു വാൻ ഉണ്ട്. ആ വാൻ്റെ ഒരു സിമിലാരിറ്റി ഡിസൈനാണ് ഈ വണ്ടിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ തുറക്കാൻ വേണ്ടി ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി സൺ റൂഫ്. കണ്ടോ, ആ ഒരു സ്വൈപ്പ് ഫങ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഭയങ്കര ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് തോന്നി. ഇപ്പോഴത്തെ ന്യൂ ഡിസൈനാണ്. ഗിയറൊക്കെ ഇവിടെ മാറി ഇവിടെ സിമ്പിളാക്കുക. 2 വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. C ടൈപ്പ് പോർട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ഒരു ആനിമേഷൻ ഉണ്ട്. കണ്ടോ, അങ്ങനത്തെ ഒരു ആനിമേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമുക്ക് ഡ്രൈവ് മോഡ്സ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ വോളിയം ചേഞ്ച് ചെയ്യാനും ഇവിടെ ഒരു സ്വിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ
സ്പോട്ട്, ഇൻഡിവിജ്വൽ, ഓഫ് റോഡ്, സ്നോ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൗ ബോക്സ് സോഫ്റ്റ് ഓപ്പണിംഗാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ ഒരു സ്ക്രാച്ച് പ്ലാസ്റ്റിക്, പക്ഷെ ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. ചില ഭാഗങ്ങളാണ് ആ സ്ക്രീച്ചി പ്ലാസ്റ്റിക്സ് നമുക്ക് കാണാൻ പറ്റും. ഓവറോൾ ഈ സീറ്റ് കാണാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സീറ്റ്. ഇവിടെ ഒരു 6 ഇത് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് ഈ സീറ്റ് കാണാൻ. യെസ്, ഓവറോൾ അത്രയുള്ള ഇന്റീരിയറിന്റെ വിശേഷം. സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയർ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മൾ ആ ഒരു ഫോക്സ് വാഗൻ്റെ ആ ഒരു തഡ്, ഇത് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് ആ ഒരു ഇമ്പോർട്ടഡ് കാർ അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ലെവൽസ് എല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൂ ടിഞ്ച് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് എല്ലായിടത്തും. ആ ഒരു 6 ലൈനിൻ്റെ ഒരു സ്പെസിഫിക്കേഷനിൽ വന്നിട്ടുള്ള ഒരു ഭാഗമാണത്. പിന്നെ ആ ഒരു കട്ട്, നമുക്ക് ആ ഒരു ഫ്രണ്ടിലേക്കുള്ള വ്യൂ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല വൈഡായിട്ടാണ് ആ ഒരു പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു പൊസിഷനാണ് ഈ സീറ്റിൻ്റെ ബാക്കിലും വന്നിരിക്കുന്നത്. 2 സൈഡിലായിട്ട് ആ ഒരു മാഗസിൻ ഹോൾഡേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അതിൻ്റെ ആ ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾസ് വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് 2 ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സീ പോർട്സ് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് അത്യാവശ്യം ഒരു ഹമ്പായിട്ടുള്ള ഒരു പൊസിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു പക്ക 4 സീറ്റ് കോൺഫിഗറേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സുഖമായിട്ട് നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ട്. നടുക്കൊരു ആംറസ്റ്റ് അത്യാവശ്യം നല്ല വൈഡായിട്ട് നമുക്ക് റിക്ലൈൻ ചെയ്തിരിക്കാനായിട്ടുള്ളൊരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഈ ഒരു സീറ്റ് ആയാലും നമുക്ക് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് ലിവേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കപ്പ് ഹോൾഡേഴ്സാണ് എനിക്ക് വേറൊരു കാര്യം. ഇതിൻ്റെ ആ ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക്, ആ ടച്ചും എല്ലാം നല്ല രസമാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ഫാബ്രിക്കിനെ പറ്റി നമുക്ക് എടുത്ത് പറയണം. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഒരു അൽക്കണ്ടാറ ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള മെറ്റീരിയൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചെക്ക് ഡിസൈൻ ആയാലും നമ്മുടെ പണ്ട് നമ്മൾ ആ ഒരു പോളോ GTA ഒക്കെ വന്നപ്പോൾ ആ ഒരു അപ്പോൾസ്റ്ററിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിളുമാണ്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഹൂക്ക് ഹാൻഡിൽ എല്ലാം റെഗുലർ ബിറ്റ്സും വന്നിട്ടുണ്ട്. ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വളരെ വലിയൊരു പാനറോമിക് സൺറൂഫ് വന്നിട്ട് അത്യാവശ്യം നല്ലൊരു വ്യൂവും കിട്ടുന്നുണ്ട്. ഇവിടെ ഗ്ലോസി മെറ്റീരിയൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ ടിപ്പിക്കൽ ഡോർ ലോക്ക് തന്നെ ഹാൻഡിലിൻ്റെ ഒരു പൊസിഷൻ കാണാൻ പറ്റും. പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യമാണ് ബോട്ടിലിൻ്റെ ഭാഗത്തായിട്ട് ആ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു റാറ്റ്ലിംഗ് സൗണ്ട് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട്സിൻ്റെ ഹുക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. അടിയിലായിട്ടൊരു വെൻറ്റ് നമ്മുടെ കാലിലൊരു കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെൽ ബിൽട്ടാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവിലേക്ക് കിടക്കാണല്ലേ. ഇനീഷ്യൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ റിഫൈൻമെൻറ്റ്, വണ്ടി ഭയങ്കര ബട്ടർ സ്മൂത്ത് റിഫൈൻമെൻറ്റ്. ഒരു 2 ലിറ്റർ TS എഞ്ചിനായിട്ട് പോലും ആ ഒരു റിഫൈൻമെൻറ്റ് വരില്ല. ആ ഇവോ എഞ്ചിൻ നല്ല ഒരു റിഫൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തിയേറ്റർ എഫക്റ്റ് ഉണ്ടല്ലോ നമ്മളത് പറയുമ്പോൾ. നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് ഫീൽ ചെയ്യണത്, ഇങ്ങനത്തെ ഒരു സംഭവം ഒരു വണ്ടിയിൽ. സോ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ മെയിൻ കാര്യം പറയാം. എഞ്ചിൻ 200 bhp ആൻഡ് 320 Nm ടോർക്ക് കൊടുക്കും. ഈ 320 Nm ടോർക്ക് എനിക്ക് എവിടെ ഓർമ്മ വരാൻ അറിയാം, മറ്റേ 2 ലിറ്റർ ഡീസലില്ലേ, മറ്റേ നമ്മുടെ BMW ഓഡിയിലൊക്കെ ഉള്ള സെയിം ടോർക്ക് ലെവലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ A3 ചെയ്തില്ലേ, A3യുടെ സെയിം ടോർക്കാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ 7 സ്പീഡ് DSG ആണ്. അപ്പോൾ DQ200 ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. സോ ഇത് CKD ആണ്, കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ യൂണിറ്റ് ആണ് ഈ വണ്ടി. എങ്ങനെയുണ്ട് ഫീൽ ഇരിക്കുമ്പോ? നല്ല കംഫർട്ട്, നല്ലൊരു പ്രീമിയം ലക്ഷറി റിച്ച്നെസ് കാണാൻ പറ്റും നമുക്ക് എല്ലായിടത്തും. എല്ലാ ടച്ച് മെറ്റീരിയൽസ് ഒക്കെ അതെ, ഇവിടെയൊക്കെ നമ്മൾ കൈ വയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല ടച്ച് ഫീൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഒരു ഇന്റീരിയർ ഫീലും നന്നാക്കി വരുന്നുണ്ടല്ലേ ഇപ്പോൾ വോൾക്സ്വാഗൻ. ടിഗ്വാന്റെ ആ ഒരു പഴയ വെർഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു മാറ്റം സംഭവിച്ചാണ്. അതെ, ആ ഓവറോൾ അവർ ആ ടച്ച് സ്ക്രീനും വലുതാക്കി അല്ലേ. നമ്മള് വോൾക്സ്വാഗനിൽ പണ്ട് പറയണതായിരുന്നു ടച്ച് സ്ക്രീൻ ചെറുതാണ്, ടച്ച് സ്ക്രീൻ. അത് അവര് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. BMW ഇൻസ്പയർഡ് ഡ്രൈവറിനെ ഫോക്കസ് ചെയ്യുന്ന ടിൽറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ ടച്ച് സ്ക്രീൻ അല്ലേ. ഇപ്പോഴത്തെ വോൾക്സ്വാഗനിലൊക്കെ നമ്മൾ പറയുമ്പോൾ ചെറുതായിരുന്നു, അപ്പോൾ ഒരു വലിയൊരു ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒബ്വിയസ്ലി സീറ്റ് വെന്റിലേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ഹീറ്റഡ്, ഇപ്പോഴത്തെ മഴക്കാലത്താണ് ഇതിൽ ഉപയോഗമായിരിക്കല്ലേ, ഈ സമയത്ത് വാങ്ങുന്നവർക്ക് എന്തായാലും ഉപയോഗപ്രദമാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട്, നമ്മൾ എഞ്ചിൻ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഒരു ടർബോ നോയ്സ് കേട്ടായിരുന്നോ? നല്ല രസമുണ്ടല്ലോ അത് കേൾക്കാൻ. അത് 2 ലിറ്റർ ഇവോ എഞ്ചിന് ആ ഒരു നോയ്സ് കൊടുത്തിട്ടുണ്ട്, നല്ല രസമാണ് ആ വണ്ടിയുടെ എഞ്ചിൻ നോട്ട് കേൾക്കാൻ. നമ്മൾ എടുക്കുമ്പോഴായിരിക്കും ഈ വണ്ടിക്ക് സൗണ്ട് ഇല്ലേ, ഭയങ്കര റിഫൈൻഡ് ആണല്ലോ. പക്ഷെ നമ്മൾ ആ ഫുൾ ആ ത്രോട്ടിൽ കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുക. ഇപ്പൊ നമുക്ക് കുറെ മോഡുകൾ വന്നിട്ടുണ്ടല്ലേ, ഈക്കോ, കംഫർട്ട്, സ്പോർട്ട്, ഇൻഡിവിജ്വല്, ഓഫ് റോഡ്, സ്നോ, അങ്ങനെ കുറെ നല്ല
ഡ്രൈവ് മോഡ്സ് എടുത്തു. പിന്നെ ഇത് 4 മോഷൻ ആയതുകൊണ്ട് ഓൾ വീൽ ഡ്രൈവ് ആണ്. നമുക്ക് ചെറിയ ചെറിയ ഓഫ് റോഡ്സും ട്രെയിൽസിനൊക്കെ പോവാം. പിന്നെ സസ്പെൻഷൻ ഇതിപ്പോ CKD യൂണിറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ റോഡ്സിന്റെ ഈ ചില മോശമുള്ള റോഡുകൾ വരുമ്പോൾ ഒരു ചെറിയ സ്റ്റിഫ്നെസ് തോന്നും. പക്ഷെ നല്ല സോർട്ടഡ് ആണല്ലേ. പക്ഷെ ആ ഒരു സ്റ്റിഫ്നെസ് നിങ്ങൾക്ക് ഉപയോഗം വരുന്നത് ഡ്രൈവിലാണ്. ഹാൻഡ്ലിങ്, സ്റ്റിയറിംഗും നല്ലൊരു ഫീൽ കൊടുത്തിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ഉണ്ട് സ്റ്റിയറിംഗിന്. പിന്നെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ നമ്മള് ഹാർഡ് ജോയിന്റ്സ് ഒക്കെ വരുമ്പോ വേണ്ട സംഭവം എടുക്കുന്നുണ്ട് സസ്പെൻഷൻ. ആ സ്റ്റിഫ്നെസ് അത് വോൾസ്വാഗന്റെ ഒരു ക്യാരക്ടറാണ്. നമ്മൾ ആ ഒരു നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും ഹൈ സ്പീഡ് പോയാലും. പിന്നെ നമുക്ക് ലെയിൻ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോ റെസ്പോൺസ് ഉണ്ട്. ഒരു വാർണിംഗ് സൈൻ വരുന്നുണ്ട് അഡാസിന്റെ. മഴയും തുടങ്ങി, ഇപ്പൊ മഴക്കാലാണ്. നമുക്ക് ഇതിന്റെ എഞ്ചിൻ പവർ നോക്കിയാലോ? ഓക്കെ. നല്ല പവർ കൊടുത്തിട്ടല്ലേ ആ 320 NM ശരിക്കും കിട്ടുന്നുണ്ട്. അത് ആ ത്രോട്ടിൽ ചെയ്യുമ്പോ തന്നെ റെസ്പോൺസ് ഉണ്ട് വണ്ടിക്ക്. ക്വിക്ക് ഷിഫ്റ്റ്സ് ആണ് സംഭവിക്കുന്നത്. ഷിഫ്റ്റ് ഉണ്ട്, പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. വണ്ടി നല്ല റെസ്പോൺസീവ് ആണ്. ഇതാണ് അല്ലേ നിങ്ങള് ഇങ്ങനത്തെ ഒരു ഡ്രൈവ് എൻജോയ് ചെയ്യാനാണെങ്കിൽ ഈ വണ്ടിയുടെ ഈ പവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ 7 സ്പീഡ് DSG ഭയങ്കര ഫാസ്റ്റ് ആണല്ലേ, ലാഗ് ഒന്നുമില്ല, സഡൻ ആണാ. സഡൻ റെസ്പോൺസ് ഉണ്ട്. ഈവൻ ആ ഒരു സീറ്റിലേക്ക് പുഷ് ബാക്ക് ചെയ്യുമ്പോഴായാലും നമുക്ക് ആ ഒരു കംഫർട്ടിന് ഒട്ടും കുറവില്ല. ഇല്ല, നല്ല രീതിക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. നല്ല ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ലൈക്ക് ഇവിടുത്തെ വേർട്ടസും ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ പറയാ ഇനീഷ്യൽ ലാഗ് ഉണ്ട്, പക്ഷെ ഇതിനില്ല. അതാണ് വേറൊരു കാര്യം. പിന്നെ വേർട്ടസിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. 2 ലിറ്റർ യൂണിറ്റ്, പക്ഷേ ഇത് ആ ഒരു സ്പെക്കിലുള്ള വണ്ടിയാണ്. 200 bhp ഒക്കെ ഉണ്ടല്ലോ. ആ റവിംഗ് നേച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ടർബോ നോയ്സും കൊള്ളാം അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി പറയാല്ലേ. സോ സെഗ്മെന്റ് മെയിനില്, അതായത് ഇതിപ്പോ ഒരു 5 സീറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിലും നമുക്കിപ്പോ ഇതിന്റെ സെഗ്മെന്റ് വന്നിട്ട് ഒരു 6 സീറ്റർ കോൺഫിഗറേഷൻ ഉള്ള കാസും വരുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഫോർച്യൂണർ, ടൊയോട്ട ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ തന്നെ വരുന്നൊരു കാർ ലെജൻഡർ വരുന്നുണ്ട്. ലെജൻഡർ ഇതിനിപ്പോ ഒറ്റ വേരിയന്റ് ഉള്ളൂ അല്ലേ. അതെ, 60 ഓൺ റോഡ് വരുന്നുണ്ട്. 62, 63 ആ റേഞ്ച്. പിന്നെ CKD അതിന്റെ വിലയും ഉണ്ട്. അതെ. അപ്പോ നോക്കുമ്പോ ജീപ്പ് മെറിഡിയൻ ഉണ്ട്. അതേപോലെ ജീപ്പ് മെറിഡിയൻ 6 സീറ്റർ ആണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിന് ടിഗ്വാൻ ആയിരുന്നെങ്കിൽ അത് 6 സീറ്റർ ഓൾ സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിന്റെ ഡയറക്ട് കോമ്പറ്റീറ്റർ അല്ലെങ്കിലും C5 എയർ ക്രോസ്, അത് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് പറയാം. പിന്നെ ഇതിന്റെ ട്വിൻ തന്നെ വരുന്നുണ്ട്, കോഡിയാക്കും എനിക്ക് 6 സീറ്റർ ആണെന്ന് തോന്നുന്നുള്ളത്. അതിന് 2 വേർഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സെയിം ഇതിന്റെ തന്നെ ഒരു മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിലും ലക്ഷറി എലമെന്റ് ആയിട്ട് ലൊറൻ ആൻഡ് ക്ലെമന്റ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്പോർട്ട് ലൈൻ വേരിയന്റും വരുന്നുണ്ട്. അതെ. പിന്നെ നമ്മൾ മെയിൻ പറയണത് മൈലേജ് ആണ്. പക്ഷെ ഇത് പെട്രോൾ വണ്ടി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ മൈലേജിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി കുറവായിരിക്കും. എന്താ വെച്ചാൽ അത്രയും പവറും ഇതും ഉണ്ടല്ലോ, പെട്രോൾ വണ്ടിയല്ലേ. പക്ഷെ ഇതില് പറയണത് വോൾസ്വാഗൻ ക്ലെയിംഡ് പറയുന്നത് 12 km/L ആണ്. പക്ഷെ നമ്മുടെ റിയൽ യൂസിൽ 8-9 ആ റേഞ്ചിലാണ് കിട്ടുക. ഞാൻ പറയുന്നത് ഹൈവേയിൽ 8-9 കിട്ടും. പക്ഷെ സിറ്റി യൂസ് വരുമ്പോ സിംഗിൾ 5-6 പോവാം. പിന്നെ ഹൈ ട്രാഫിക് ഒക്കെ വന്നാൽ 3 മൈലേജ് പോകും. പക്ഷെ ഇത് നിങ്ങൾക്ക് മൈലേജിൽ ഒരു അൺഹാപ്പിനെസ് തരുന്നില്ല. പക്ഷെ കാരണം ഡ്രൈവ് ഫീൽ ഉള്ളതുകൊണ്ട് നമുക്കത് മറക്കാല്ലേ ഇപ്പത്തേക്ക്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ടൈഗുണ്ട്, ഇതിനുണ്ട് ത്രോട്ടിലില്ലേ, നമ്മൾ ഫുൾ ചവിട്ടിയാലും ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ആ ഫുൾ ചവിട്ടിയിട്ട് ആ ബട്ടണിലേക്ക് നിൽക്കുമ്പോഴാണ് ഫുൾ എക്സ്ട്രീം പവർ കിട്ടുന്നത്. ആ ഒരു ത്രോട്ടിൽ അവർ കൊടുത്തത് ഒരു ചെറിയൊരു ബട്ടണാണ്. നമ്മൾ ഫുൾ ആക്സിലേറ്റർ കൊടുത്താലും ഒന്നും കൂടി അമർത്തുമ്പോഴാണ് ആ ഒരു ബട്ടണിലേക്ക് ക്ലിക്ക് ആവുക. അപ്പോഴാണ് ആ ഒരു റിയൽ പവർ കിക്ക് ചെയ്യുന്നത്, ഫുൾ ത്രോട്ടിൽ കിട്ടുക. അതൊക്കെ ഇഷ്ടപ്പെട്ടു. ബെഡ്സിലൊക്കെ ഉള്ള ഫീച്ചറാണ്. അപ്പോൾ ബ്രേക്സിനെ പറ്റി പറയല്ലേ. ബ്രേക്സ് ആക്ച്വലി നല്ലതാട്ടോ. എന്താ വെച്ചാൽ ഓൾ ഡിസ്ക് ബ്രേക്സും കൂടി ആയതുകൊണ്ട് അവിടെ പിടിച്ചെടുത്ത സ്ഥലത്ത് വണ്ടി നിൽക്കും. അതുണ്ട്. ഇതിപ്പോ CKD ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ അറിയോ, AC നല്ലതാണ്. അതേപോലെ ഓവറോൾ ആംബിയൻ നോയ്സ് കുറവാണ്. പിന്നെ ആ ഒരു പുട്ട് ടുഗദർ, ആ ഒരു
പ്രീമിയം ഫ്രിഡ്ജ് ഒരു സ്ട്രോങ്ലി ബിൽഡ് ഫീലും ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന് UV കട്ട് ഗ്ലാസ് വന്നിട്ടുണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയുന്ന ഒരു കോൺ പറയുകയാണെങ്കിൽ ഫുള്ളി ഇലക്ട്രോണിക് സീറ്റ്സ് വന്നിട്ടില്ല, അതൊരു ചെറിയൊരു കോണുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു മസാജിങ് സീറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മസാജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ടയറിംഗ് ഡേ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ അത്യാവശ്യം ഒന്ന് ഡ്രൈവിലേക്ക് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാറിലേക്ക് കയറുകയാണെങ്കിൽ ആ ഒരു മസാജിങ് ഫീച്ചർ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഓടിച്ചു പോവാം. പിന്നെ ഒബ്വിയസ്ലി അഡാസ് വന്നിട്ടുണ്ട്. ലെയിൻ അസിസ്റ്റ് ഇവിടെ ഒരു വാർണിംഗ് കാണിക്കും. നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടിലൊക്കെ വണ്ടി എടുക്കുമ്പോൾ ഇവിടെ ഒരു ഇപ്പോഴത്തെ വണ്ടിക്കൊക്കെ ഉള്ള അഡാസ് ഫീച്ചർ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഓവറോൾ ഹാൻഡ്ലിങ്ങും നല്ലതാണ്. ലൈക്ക് നിങ്ങൾ ലോങ് ഡ്രൈവ്സ് പോണ ആൾക്ക്, വീക്കെൻഡ് ലോങ് ഡ്രൈവ്സ് ഒക്കെ പോവാണെങ്കിൽ ഇതില് സുഖമായിട്ട് യാത്ര ചെയ്യാം. ആ ഒരു SUV-യുടെ ആയിട്ടുള്ള ഒരു ബോഡി റോളും ഇതൊന്നും ഒട്ടുമില്ല, വെൽ കണ്ടെയ്ൻഡ് ആണ് അതൊക്കെ. അതെ, നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ ഒരു ചെറിയ റോൾ ഉണ്ടാവും മിക്ക വണ്ടി. വോൾസ്വാഗന്റെ ഒരു ഗുണം അതാണ്. പിന്നെ ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസും കുറച്ചുണ്ട് ഒരു ഇത് ചെയ്യാൻ വേണ്ടി. ജീപ്പ് കോമ്പസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് ഇതാണല്ലേ. ജീപ്പ് കോമ്പസ് ഡയറക്റ്റ് കോമ്പറ്റീറ്റർ അല്ല, എന്താ വെച്ചാൽ അത് 40 lakhs ആ റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. മെയിൻ നിങ്ങൾക്ക് ഇതിൽ എൻജോയ് ചെയ്യാൻ പോണത് ഡ്രൈവ് ആണ് അല്ലേ. അതിൽ എല്ലാത്തിലുപരി ഇതിനൊരു എക്സ്ക്ലൂസീവ് ഒരു ഫീൽ ഉണ്ട്. കാരണം ഇത് അധികം യൂണിറ്റ്സ് ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങുന്നില്ല. ഇതിപ്പോ ഫസ്റ്റ് ബാച്ചിൽ വന്ന 300 യൂണിറ്റ്സിൽ ഒരു കാറായിട്ട് പോലും ഇത് അധികം റോട്ടിൽ കാണാനില്ല. അതെ. പിന്നെ R-Line എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു വേർഷൻ അല്ലേ അവിടെ ഇന്ത്യയിൽ വന്നോണ്ട് അങ്ങനത്തെ ഈ വോൾസ്വാഗൻ അത്ര ആഗ്രഹിച്ച് ലൈക്ക് ആ റേഞ്ചിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് എന്നൊക്കെ പറയാം അല്ലേ, അങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ എന്തെങ്കിലും വന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ഇതിന് അഡാപ്റ്റീവ് സസ്പെൻഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് ഇൻപുട്ടിൽ പോലെ അത് എന്താ പറയാ സസ്പെൻഷൻ അതനുസരിച്ച് ആക്ട് ചെയ്യും. ഓക്കെ. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിലേ അത്യാവശ്യം ഫീച്ചർ ലോഡാണ്. എനിക്ക് ഈ ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇന്റീരിയർ ലൈറ്റ്സ്. ഓക്കെ, രാത്രി കാണാൻ നല്ല രസം. ആ ഒരു പാറ്റേണും കൊള്ളാം. ഒരു R-ന്റെ ഒക്കെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. R-ന്റെ ബാഡ്ജിങ്, യെസ്, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മെട്രിക് സ്ലൈഡ് രാത്രി ഉപയോഗിക്കാൻ സൂപ്പർ, അതിന്റെ ത്രോ ഭയങ്കരമാണ്. അപ്പൊ അത്രയ്ക്ക് തന്നെ ഉണ്ടായുള്ളൂ അല്ലേ ഡ്രൈവ് വിശേഷം. ഇനി നമുക്ക് വേർഡിക്ലേക്ക് കിടക്കാം. സോ അത്രയ്ക്ക് തന്നെ ഉണ്ടായുള്ളൂ നമ്മുടെ R-Line വിശേഷം അല്ലേ, പുതിയ ടിഗ്വാന്റെ. ഇന്ത്യയിൽ വന്ന ഫസ്റ്റ് ബാച്ചിൽ 300 കാസിൽ ഒരെണ്ണമാണ്. ബിഗ് താങ്ക്സ് ടു EVM അല്ലേ നമുക്കിത് റിവ്യൂവിന് തന്നതിന്. നിങ്ങൾക്ക് ഈ വണ്ടി കാണണം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നാണെങ്കിൽ മാരഡ് ഷോറൂമിൽ വരിക അല്ലേ, നമ്മുടെ കൊച്ചിയിലുള്ള. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്പോർട്ടി ഫാമിലി കാർ ചെക്കൗട്ട് ചെയ്യണമെന്നാണെങ്കിൽ എന്തെങ്കിലും വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക അല്ലേ. സോ അത്രയ്ക്ക് തന്നെ ഉണ്ടായുള്ളൂ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.